വർഷം 2004. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 ജ്വല്ലറികൾ കൊള്ളയടിക്കുന്നു. ഒന്ന് ഒല്ലൂരിലും അടുത്തത് കുന്നത്തുനാട്ടിലും. പ്രതികളെക്കുറിച്ച് ഒരു സൂചനകളുമില്ലാതെ നാളുകൾ കടന്നുപോയി. 2006 ആയപ്പോഴേക്കും ലക്ഷ്യം ബാങ്കുകളായി. തൃശൂരിലും പാലക്കാടുമായി കിലോ കണക്കിന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടു. ഈ വലിയ കവർച്ചകൾക്കൊക്കെ പിന്നിൽ ആരാണ്? ഉത്തരം കിട്ടാതെ പോലീസ് അലഞ്ഞു. ഒരു കാര്യം മാത്രമാണ് അവർക്ക് ഉറപ്പുണ്ടായിരുന്നത്: എല്ലാ കവർച്ചകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു. ഒടുവിൽ തൃശൂരിലൊരു ക്രൈം സ്ക്വാഡ് രൂപീകരിച്ചു. അവർ തമിഴ്നാട്ടിലേക്ക് പോയി. പളനിയിൽ നിന്നാണ് നിർണായകമായ വിവരം അവർക്ക് കിട്ടുന്നത്. സമാനമായ രീതിയിലുള്ള വലിയ കവർച്ചകൾ നടത്തുന്ന ഒരു സംഘം തിരുനെൽവേലിയിലുണ്ട്. പോലീസ് സംഘം തിരുനെൽവേലിയിലെത്തി. അവിടെ നിന്നാണ് കുറുവകളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കിട്ടുന്നത്. ആരാണ് കുറുവ സംഘം? എന്താണ് അവരുടെ മോഷണ രീതി? പ്രധാന ഗ്യാങ്ങുകൾ ഏതൊക്കെ? അവരുടെ ലീഡർമാർ എല്ലാം തിരുനെൽവേലി പോലീസിന്റെ 2006 റിപ്പോർട്ടിലുണ്ട്. അയ്യനാർ ഗ്യാങ്ങും വേലായുധൻ ഗ്രൂപ്പും, ആ 2 സംഘങ്ങളായിരുന്നു അന്ന് കുറുവകൾക്കിടയിൽ വലിയ മോഷണങ്ങൾ നടത്തിയിരുന്നത്. അവരിലേക്കാണ് അന്വേഷണം എത്തിയത്. കുറുവ ഗ്യാങ്ങുകൾക്കൊപ്പം നടന്ന രഹസ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് നാടിനെ വിറപ്പിക്കുന്ന മോഷ്ടാക്കളുടെ ചരിത്രം ഇവർ എഴുതിയത്. അസാമാന്യ സഹനശേഷിയുള്ളവരാണ് കുറുവ സംഘം. കവർച്ചയ്ക്കായി എന്തും ചെയ്യും. പോലീസ് പിടിച്ചാലും വിവരങ്ങൾ കിട്ടുക എളുപ്പമല്ല. വലിയ കവർച്ചകൾ നടത്തുന്ന സംഘം മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ച് ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നതാണ് പതിവ്. കുറുവകൾക്കിടയിൽ 9 വിഭാഗങ്ങളുണ്ടെന്നും തമിഴ്നാട് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇവരുടെ സാമൂഹ്യ പശ്ചാത്തലം, മോഷണ രീതി, ഓരോ ഗ്യാങ്ങുകളെക്കുറിച്ചും പ്രത്യേകം റിപ്പോർട്ടുകളടക്കം തയ്യാറാക്കി വെച്ചിരുന്നു. അത് കേരള പോലീസിന് വലിയ ഗുണമായി. കവർച്ച പാരമ്പര്യമായി തുടരുകയാണ് രീതി. സംസ്ഥാനത്തെ പല കേസുകളിലും പ്രതികളായവരിൽ അച്ഛനും മക്കളും അടുത്ത ബന്ധുക്കളുമൊക്കെയാണ് ഉള്ളത്. അന്നത്തെ വലിയ കവർച്ചാ സംഘങ്ങളൊന്നും ഇന്നില്ല. ഇവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.